നമസ്കാരം. 9ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ് ബയോളജി പാഠപുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്റർ ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ 4ാമത്തെ ഭാഗമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ബാക്കി 3 ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ അതുകൂടി കാണുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഇത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ ഫ്ലൂയിഡ്, ലിംബാറ്റിക് സിസ്റ്റം, ആർട്ടറി, കാപ്പിലറി, വെയിൻസിനെ പറ്റിയാണ്. ആദ്യം എന്താ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് നോക്കാം. വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലാരീസ്, ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ബ്ലഡ് ooses into intercellular space through the minute pores of the capillary wall. അതായത് വെൻ ബ്ലഡ് ഫ്ലോസ് ത്രൂ ദ കാപ്പിലാരീസ് എന്താണ്? ലോമികകളാണല്ലേ. നിങ്ങൾ ആ ചിത്രത്തിൽ കൂടി നോക്കണം. രക്തലോമികകൾ. ഈ രക്തലോമികകളിൽ കൂടി ബ്ലഡ് ഫ്ലോസ്, രക്തം ഒഴുകുമ്പോൾ ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡിലെ ദ്രാവക ഭാഗം എന്ത് ചെയ്യും? ഊസസ് എന്ന് പറഞ്ഞാൽ ഊറിയിറങ്ങുക, ഫിൽട്ടർ ചെയ്ത് ഇറങ്ങുക. ഊറി ഇറങ്ങുന്നത് എങ്ങോട്ടാണ്? ഇൻ്റർസെല്ലുലാർ സ്പേസസ്, കോശങ്ങൾക്കിടയിലുള്ള ആ ഒരു സ്പേസിലേക്ക് ഊറി ഇറങ്ങുന്നു. ത്രൂ ദ മൈന്യൂട്ട് പോർസ്, ഏത് വഴി? ചെറു സുഷിരങ്ങൾ വഴി. ഈ ഫ്ലൂയിഡിനെയാണ് എന്ത് പറയുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലോമികകളിലൂടെ രക്തം പ്രവഹിക്കുമ്പോൾ ലോമിക ഭിത്തിയിലെ ചെറു സുഷിരങ്ങൾക്കിടയിലൂടെ രക്തത്തിലെ ആ ദ്രാവക ഭാഗം കോശങ്ങൾക്കിടയിലുള്ള സ്പേസിലേക്ക് ഊറി ഇറങ്ങുന്നുണ്ട്. ഈ ദ്രാവക ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. കൂട്ടുകാർ ആ ചിത്രം കൂടി നോക്കുക. ബ്ലഡ് കാപ്പിലാരീസ്. അപ്പോൾ ചിത്രം കൂടി ശ്രദ്ധിക്കുമ്പോൾ കൂട്ടുകാർക്ക് കൂടുതൽ മനസ്സിലാവും. താഴെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് കണ്ടല്ലോ, ഫോർമേഷൻ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. അതായത് ടിഷ്യൂ ദ്രവത്തിൻ്റെ രൂപീകരണം. എങ്ങനെയാണ് രൂപീകരണം? അതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ബ്രാക്കറ്റിൽ കിടക്കുന്നതാണ് ആൻസർ. കൂട്ടുകാർ എഴുതിയെടുത്ത് പഠിക്കുക. ബാക്കി ഭാഗത്തിലേക്ക് പോകാം. ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ഫ്ലൂയിഡ്. കോശങ്ങളും ടിഷ്യൂ ദ്രവ്യവും തമ്മിലാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത ചോദ്യം എന്താണ്? ദ റോൾ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ, പദാർത്ഥ സംവഹനത്തിൽ ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ പങ്ക് എന്തെന്നാണ് ചോദ്യം. ആൻസർ എന്താണ്? The tissue fluid helps to bring oxygen and nutrients to cell. ടിഷ്യൂ ഫ്ലൂയിഡ് എന്തിനു സഹായിക്കുന്നു? ബ്രിങ് ഓക്സിജൻ ആൻഡ് ന്യൂട്രീഷ്യൻസ് ടു സെൽ. സെല്ലിലേക്ക് ഓക്സിജനും ന്യൂട്രീഷ്യൻസും എത്തിക്കുന്നു. പിന്നെയോ ആൻഡ് റിമൂവിങ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ദം ആസ് വെൽ. അതിൽ നിന്ന് വേസ്റ്റ് പ്രൊഡക്ട്സ് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് എന്ത്? ദ റോൾ ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ്. നമ്മുടെ പദാർത്ഥ വിനിമയത്തിൽ ടിഷ്യൂ ദ്രവത്തിൻ്റെ പങ്ക്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എന്താണ് ലിംബ് എന്ന് പറഞ്ഞത്? ലിംബ് എന്ന് പറഞ്ഞാൽ ലിംബ് ലോമികകളിൽ നിറയുന്ന ഒരു നിറമില്ലാത്ത ഒരു ദ്രാവകമാണ് ലിംബ് എന്ന് പറയുന്നത്. നമുക്ക് പരിചയപ്പെടാം ലിംബ് എന്താണെന്ന്. വൺ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ ലിംബ് കാപ്പിലാരീസ്. ദിസ് ഈസ് കാൾഡ് ലിംബ്. ചിത്രത്തിൽ കൂടി ശ്രദ്ധിക്കുക കൂട്ടുകാർ. നമ്മൾ നേരത്തെ പറഞ്ഞു ടിഷ്യൂ ഫ്ലൂയിഡ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ വൺ പാർട്ട് ഓഫ് ദ ടിഷ്യൂ ഫ്ലൂയിഡ് എൻറ്റേഴ്സ് ദ ലിംബ് കാപ്പിലാരീസ്. ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ പാർട്ട്, ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? എൻറ്റേഴ്സ് ദ ലിംബ് കാപ്പിലാരീസ്. ലിംബ് ലോമികളിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ലിംബ് എന്നിവിടെ പറയുന്നത്. അതിൻ്റെ ഫോർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഓഫ് ലിംബ്, അതിൻ്റെ ആൻസർ കൂടിയാണിത്. കൂട്ടുകാർ ആ ചോദ്യം എഴുതി ഈ ഉത്തരം എഴുതി പഠിക്കുക. ബാക്കി ഭാഗത്തിലേക്ക് പോകാം. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
simple components formed as a result of fat digestion and fat soluble vitamins are transported through the limb. ഇത് പദാർത്ഥ സംവഹനത്തിൽ ലിംബിൻ്റെ റോൾ എന്തെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. ദ റോൾ ഓഫ് ദ ലിംബ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ്. എന്താണ് എൻ്റെ ആൻസർ? സിമ്പിൾ കോമ്പണൻസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫാറ്റ് ഡൈജഷൻ. ഫാറ്റ് ഡൈജഷൻ എന്താണ്? കൊഴുപ്പിൻ്റെ ദഹനഫലമായിട്ട് ഉണ്ടാകുന്ന സിമ്പിൾ കോമ്പണൻസും പിന്നെന്താണ് ഫാറ്റ് സോലബിൾ വിറ്റാമിൻസും. ഇതിൻ്റെ സംവഹനം നടക്കുന്നത് ഏത് വഴിയാണ്? ലിംബിലൂടെയാണ്. കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘുഘടകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനും സംവഹനം നടക്കുന്നത്. അതാണ് റോൾ, ലിംബിൻ്റെ റോൾ. അതിൻ്റെ ആൻസറാണ് ഈ കൊടുത്തിരിക്കുന്ന കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. ഹൗ ദ ക്വാണ്ടിറ്റി ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് റെഗുലേറ്റ് ഇൻ ദ സ്പേസ് ബിറ്റ്വീൻ സെൽ. നമ്മൾ നേരത്തെ ടിഷ്യൂ ഫ്ലൂയിഡിനെ പറ്റി പഠിച്ചു. എങ്ങനെയാണ് ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ടാകുന്നത്, അത് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അത് സെൽസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ എവിടെയാണ് ഈ ദ്രാവക ഭാഗം ഊറിയിറങ്ങുന്നത് കോശങ്ങൾക്കിടയിലുള്ള കുറച്ച് ഭാഗത്താണ്. അപ്പോൾ ഈ സ്ഥലത്ത് ഇതിൻ്റെ ക്വാണ്ടിറ്റി, അതായത് ഈ ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ദ്രാവക ഭാഗം അളവ് ക്രമീകരിക്കുന്നത് എങ്ങനെയെന്നാണ്. കോശങ്ങൾക്കിടയിൽ വരുന്ന ഈ ടിഷ്യൂ ദ്രവ്യത്തിൻ്റെ അളവ് അവിടെ എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് പോകാം. The excess fluid is pumped back into blood vessels. അധികമായി വരുന്ന ഈ ടിഷ്യൂ, നമ്മുടെ കോശത്തിലേക്ക് അധികമായി ടിഷ്യൂ ഫ്ലൂയിഡ് വന്നാൽ എന്ത് ചെയ്യും? അത് പമ്പ്ഡ് ബാക്ക് ഇൻറ്റു ബ്ലഡ് വെസൽ. ആ ബ്ലഡ് വെസലിലേക്ക് തിരിച്ച് പോവുകയും തിരികെ പ്രവേശിക്കുകയും ദ റിമൈനിങ് ഈസ് എന്ത് ചെയ്യുന്നു? അബ്സോർബ്ഡ് ഇൻറ്റു ലിംബ് നോഡ്സ്. റിമൈനിങ് ടിഷ്യൂ ഫ്ലൂയിഡാണ് കൂട്ടുകാരെ. റിമൈനിങ് ഫ്ലൂയിഡ് ഈസ് അബ്സോർബ്ഡ്. എവിടെ അബ്സോർബ് ചെയ്യും? ലിംബ് നോഡിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ദസ് ദ എമൗണ്ട് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് ഈസ് അഡ്ജസ്റ്റഡ്. ഇങ്ങനെയാണ് ടിഷ്യൂ ദ്രവത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ടിഷ്യൂ ദ്രവത്തിൻ്റെ അധികമായി വരുന്ന ഭാഗം രക്തലോമികളിലേക്ക് തിരിച്ചു പോകുന്നു. ബാക്കി എന്ത് ചെയ്യുന്നു? ലിംബ് ലോമികളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ടിഷ്യൂ ദ്രവത്തിൻ്റെ അളവ് അവിടെ ക്രമീകരിക്കപ്പെടും. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലിംഫാറ്റിക് സിസ്റ്റം എന്താണെന്ന് പഠിക്കാം. ലിംബ് വ്യവസ്ഥ. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലിംബ് വ്യവസ്ഥ. എന്തൊക്കെയാണ് ഈ ലിംബ് വ്യവസ്ഥയിൽ അടങ്ങിയിരിക്കുന്നത്? ദ ലിംഫാറ്റിക് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലിംബ്. നമ്മൾ ലിംബ് നേരത്തെ എന്താണെന്ന് പഠിച്ചു. ലിംബ് വെസൽ, ഇത് ഒരു ചെറിയ കുഴലാണ്. ലിംബിനെ വഹിക്കുന്ന ഈ ചെറിയ ലിംബ് നിറമില്ലാത്ത ദ്രാവകം എന്ന് പറഞ്ഞു, അതിനെ വഹിക്കുന്ന ചെറുകുഴലാണ് ലിംബ് വെസൽ. ലിംബ് നോഡ്, സ്പ്ലീന്, ബോൺ മാരോ ആൻഡ് തൈമസ് ഗ്ലാൻഡ്. ഇതൊന്നും വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്കില്ല. എന്തായാലും അറിയില്ല എങ്കിലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോകാം. ലിംബ് വെസൽ ഞാൻ പറഞ്ഞു തന്നു, ചെറിയ ഒരു കുഴലാണ്. കോശാന്തരിക സ്ഥലത്ത് അടഞ്ഞ ചെറിയ കുഴൽ. ഇതാണ് ലിംബ് ലോമികൾ എന്നറിയപ്പെടുന്നത്, ലിംബ് വാഹികൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് ലിംബ് നോഡ്സ്. ലിംബ് നോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ നിങ്ങൾ ആ പടത്തിൽ ശ്രദ്ധിച്ച് നോക്കുക. ചെറിയ കാപ്പിക്കുരുവിൻ്റെ ആകൃതിയിലുള്ള നോഡുകളാണ് ഈ ലിംബ് നോഡുകൾ എന്ന് പറയുന്നത്. ഇത് ലിംബോസിസ് എന്ന ശ്വേത രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്തത് സ്പ്ലീനാണ്. സ്പ്ലീൻ നമ്മുടെ ഉദരത്തിൻ്റെ മുകൾ ഭാഗത്തായി വാരിയലിൻ്റെ അടിയിലായി കാണപ്പെടുന്ന ഒരു മാർദ്ദമേറിയ അവയവമാണ് സ്പ്ലീൻ. ആ ചിത്രത്തിലേക്ക് കൂട്ടുകാർ നോക്കുക. സ്പ്ലീൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രോഗപ്രതിരോധ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ധർമ്മം. അസ്ഥിമജ്ജ അല്ലെങ്കിൽ ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അസ്ഥികളുടെ ഉൾഭാഗത്തായി കാണപ്പെടുന്ന വഴക്കമുള്ള കോശങ്ങൾ. അപ്പോൾ ഈ ബോൺ മാരോ എന്താണ്? സെൽസാണ്. അടുത്ത തൈമസ് ഗ്ലാൻഡ്, അതായത് തൈമസ് ഗ്രന്ഥി. എന്താ തൈമസ് ഗ്രന്ഥി? അത് നെഞ്ചിനുള്ളിൽ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവ്യക്തമായ അവയവമാണ്
പിന്നെ അത് പ്രായപൂർത്തിയാവുന്നവരെ പ്രവർത്തിക്കുകയും പ്രായപൂർത്തിയായ ശേഷം ചുരുങ്ങിപ്പോവുകയും ചെയ്യും. ഇത് ലിംബോസൈറ്റ് ബോൺ മാരോ ഉൽപ്പാദിപ്പിക്കുന്ന ലിംബോസൈറ്റിനെ എന്ത് ചെയ്യുന്നു? അത് ഈ തൈമസ് ഗ്രന്ഥി ഉത്തേജിപ്പിക്കുന്നു. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം. ഇനി നോട്ട്സ് എഴുതിയെടുക്കേണ്ടതായിട്ടില്ല. ബാക്കി പാഠഭാഗത്തിലേക്ക് പോകാം. റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആർ നോട്ട് സീൻ ഇൻ ദ ലിംബ്. അവിടെ ലിംബിൽ ചുവന്ന രക്താണുക്കളോ വലിയ പ്രോട്ടീൻ തന്മാത്രകളോ ഒന്നും കാണപ്പെടുന്നില്ല. ദ ലിംബാറ്റിക് സിസ്റ്റം പ്ലേസ് മേജർ റോൾ ഇൻ ഇമ്മ്യൂണിറ്റി. അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ലിംബാറ്റിക് സിസ്റ്റം എന്താ ചെയ്യുന്നത്? നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ നല്ല മുഖ്യ പങ്ക് വഹിക്കുന്നതാണ് ലിംബാറ്റിക് സിസ്റ്റം എന്നുള്ളത്. കൂട്ടുകാർക്ക് ലിംബാറ്റിക് സിസ്റ്റം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ആർട്ടറി കാപ്പിലറി വെയിനെ പറ്റിയാണ് പഠിക്കുന്നത്. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താ മലയാളം? ധമനി എന്നാണ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് ബ്ലഡ് ഫ്ലോസ്. തിക്ക് ആൻഡ് ഇലാസ്റ്റിക് വാൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിക്ക് കട്ടി കൂടിയത്, എലാസ്തികതയുള്ളതുമായ വാൾസ്, ഭിത്തിയാണ് ആർട്ടറി ധമനി എന്നുള്ളത്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ ആൻഡ് ഹൈ സ്പീഡ്. ഇതിലൂടെ രക്തം ഒഴുകുന്നത് ഉയർന്ന മർദ്ദത്തിൽ, ഹൈ പ്രഷർ, പിന്നെയോ ഹൈ സ്പീഡിലുമാണ്. പിന്നെ ക്യാരീസ് ബ്ലഡ് ഫ്രം ഹാർട്ട്. അപ്പോൾ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നത് ധമനി, രക്തം വഹിക്കുന്നതാണ് ആർട്ടറി എന്ന് പറയുന്നത്. അടുത്തത് കാപ്പിലാരി. ഈ ഓക്സിജനും റിച്ച് ബ്ലഡിനെയും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ഈ ആർട്ടറിയാണ് കൂട്ടുകാരെ. ഇനി അടുത്ത കാപ്പിലാരിയുടെ മലയാളം എന്താണ്? ലോമിക. നമ്മൾ നേരത്തെ ലോമിക പഠിച്ചിരുന്നു. വാൾ ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. ഇതെങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്? ഒറ്റ നിര കോശങ്ങൾ മാത്രമുള്ളൊരു ഭിത്തിയാണ്, വാളാണിത്. മൈന്യൂട്ട് പോഴ്സ് ആർ സീൻ ഇൻ ദ വാൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് എന്തുകൊണ്ട്? അതിസൂക്ഷ്മ പോഴ്സ്, സുഷിരങ്ങളുണ്ട്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ. എങ്ങനെയാണ് അതിനകത്ത് കൂടി ബ്ലഡ് ഒഴുകുന്നത്? കുറഞ്ഞ മർദ്ദത്തിലാണ്. പിന്നെ ലോ സ്പീഡിൽ. അടുത്ത വെയിൻ അല്ലെങ്കിൽ സിര. തിൻ വാൾ ബ്ലഡ് ഫ്ലോസ് വിത്ത് ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡ്. തിൻ വാൾ കട്ടി കുറഞ്ഞ ഭിത്തിയാണ് ഇതിന്. ബ്ലഡ് എങ്ങനെ ഒഴുകുന്നത്? ഫ്ലോസ് വിത്ത് ലോ പ്രഷർ, കുറഞ്ഞ മർദ്ദം, ലോ സ്പീഡ്, കുറഞ്ഞ സ്പീഡ്. വാൾവ് ഈ സീൻ. അതിനകത്ത് വാൾവുകൾ കാണപ്പെടുന്നുണ്ട്. ക്യാരീസ് ബ്ലഡ് ടു ഹേർട്ട്. ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നു. ഇതാണ് വെയിൻസിൻ്റെ ധർമ്മം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും ബാക്കി അതിനനുബന്ധിച്ച ഭാഗങ്ങളുമൊക്കെ പരിചയപ്പെടാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.